ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം റഹ്മത്തുള്ള. കേൾക്കുന്നുണ്ടോ? ഉണ്ട്, ചോദിച്ചോളൂ. ആ ഈ അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരും അവരുടെ റൂഹും അവിടെ വരുന്നവർ, അമ്പിയാക്കളും ഔലിയാക്കളും ഷെയ്ഖറുകളെ സന്ദർശിക്കാൻ മാത്രം, അങ്ങനെ ഒരു വരിയുണ്ടല്ലോ. അപ്പോൾ ഷെയ്ഖറുകളെ സന്ദർശിക്കാൻ മാത്രം ഷെയ്ഖ് ജീലാനി അവരെക്കാളൊക്കെ വലിയവരാണെന്ന് മാലയിൽ പറയുന്നുണ്ടല്ലോ. അപ്പൊ ഇത് ശരിക്കും തെറ്റല്ലേ ഇങ്ങനെയുള്ള ഒരു വരി? ഓക്കെ, അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരുമൊക്കെ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിനെ സന്ദർശിക്കാറുണ്ട്. അത് എങ്ങനെയാണ് അങ്ങനെ വലിയ മഹത്തുക്കളായ അമ്പിയാക്കൾ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിനെ സന്ദർശിക്കുന്നത് എങ്ങനെയാണ് എന്നാണ് ചോദ്യത്തിൻ്റെ താല്പര്യം. അഷ്റഫ് സഖാഫി അൽ-അർഷദി വടക്കാഞ്ചേരി മറുപടി പറയും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരും അവരുടെ റൂഹും അവിടെ വരുന്നോവർ, അങ്ങനെ തന്നെ മലായികത്തന്മാരും അവരുടെ മജ്ലിസിൽ ഹാളിറാകുന്നോവർ. ആവണ്ണം നമ്മുടെ ഖോജാ റസൂലുള്ളാഹ് അവരുടെ റൂഹും അവിടെ വരുന്നോവർ. ഇങ്ങനെ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ സവിധത്തിലേക്ക് മഹാന്മാരായ അമ്പിയാക്കളും മലായികത്തുകളും അതുപോലെ ഹബീബായ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊക്കെയും അവിടുത്തെ മജ്ലിസിൽ ഹാളിറാകുന്നു. ഇതാണ് മഹാനായ ഖാലി മുഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ മുഹ്യിദ്ദീൻ മാലയിൽ പറയുന്നത്. അത് കേവലം ബഹുമാനപ്പെട്ട ഖാലി മുഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി സ്വന്തം വകയിൽ പറഞ്ഞ കാര്യങ്ങളല്ല, മറിച്ച് മഹാനായ ഇമാം നൂറുദ്ദീൻ അശ്ശത്തനൂഫി റളിയല്ലാഹു അൻഹു അവിടുത്തെ ബഹ്ജത്തുൽ അസ്റാറിൻ്റെ 201-ാമത്തെ പേജിൽ സനദടക്കം രേഖപ്പെടുത്തിയിട്ട് പറയുകയാണ്: റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഗൈറഹു മിനൽ അംബിയാഇ സ്വലവാത്തുല്ലാഹി അലൈഹിം ഫീ മജ്ലിസി ശൈഖ് അബ്ദുൽ ഖാദിർ റളിയല്ലാഹു അൻഹു. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മറ്റു അമ്പിയാക്കളുമൊക്കെ മഹാനായ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ മജ്ലിസിൽ ഹാളിറാകുന്നുണ്ട്. മാത്രമല്ല വറഅയ്തുൽ മലായികത അലൈഹിമുസ്സലാം യഹ്ലൂനഹു തവായിഫ ബഅദ തവായിഫ. മലക്കുകളും സംഘമായി മഹാനായ ഗൗസുൽ ആലം ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ മജ്ലിസിലേക്ക് വരികയാണ്, ഹാളിറാവുകയാണ്. വറഅയ്തു റിജാലൽ ഗൈബി വൽ ജാന്നി യതസാബഖൂന ഇലാ മജ്ലിസിഹി. അതുപോലെ ഔലിയാക്കളും മഹാന്മാരായ ജിന്ന് വർഗത്തിൽപ്പെട്ട മഹാന്മാരുമൊക്കെ ആ ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ മജ്ലിസിലേക്ക് വരാറുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഇമാം ശത്നൂഫി റളിയല്ലാഹു അൻഹു അവിടുത്തെ ബഹ്ജത്തുൽ അസ്റാറിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തുകയാണ്, ഇതിൻ്റെ 201-ാമത്തെ പേജിൽ. അപ്പോൾ നമ്മളെ ചോദ്യകർത്താവിനുള്ള സംശയം, ഇങ്ങനെ ധാരാളം അമ്പിയാക്കളും മലായികത്തും ജിന്നുകളും അങ്ങനെ തുടങ്ങിയിട്ടുള്ള സർവ്വമഹാന്മാരും മഹാനായ ഗൗസുൽ ആലം ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ സവിധത്തിലേക്ക് വരുമ്പോൾ ഷെയ്ഖ് ജീലാനി തങ്ങൾ എത്ര വലിയ ആളാണ്? റസൂലുള്ളാഹി തങ്ങളെക്കാൾ വലിയവരാണോ? മറ്റു അമ്പിയാക്കളെക്കാൾ വലിയവരാണോ എന്നുള്ള ചോദ്യമാണ് ചോദിക്കുന്നത്. അതിപ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ അരികിലേക്ക് തന്നെ എത്രയോ വലിയ ഉസ്താദുമാർ
എത്രയോ വലിയ നേതാക്കന്മാർ വരാറില്ലേ? അതിൻ്റെ അർത്ഥം നമ്മൾ അവരെക്കാളും വലുതായി എന്നാണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഈ ലോകത്ത് സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും വലിയ വ്യക്തിത്വം. ആ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മേറാജിന്റെ രാത്രിയിൽ എത്ര അമ്പിയാക്കളെ സന്ദർശിച്ചു. മറർത്തു അലാ മൂസ ലൈലത ഉസ്രിയ ബി വഹുവ ഖായിമുൻ യുസല്ലി ഫീ ഖബ്രിഹി. ബഹുമാനപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂസാ നബിയെ സന്ദർശിച്ചു. അതുകൊണ്ട് മൂസാ നബി അലൈഹിസ്സലാം റസൂലുള്ളാഹി തങ്ങളെക്കാൾ വലിയവരാണെന്ന് എങ്ങനെ കിട്ടും? മൂസാ നബിയെ സംബന്ധിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലൗകാന മൂസ ഹയ്യൻ, മൂസാ നബി ഇന്ന് ഹയാത്തിലുണ്ടെങ്കിൽ മാ വസിയഹു ഇല്ലത്തിബായി, എൻ്റെ അനുയായിയായി, എൻ്റെ ഒരു അച്ചടക്കമുള്ള ഒരു അനുയായിയായി ജീവിക്കുക എന്നതല്ലാതെ ഒരിക്കലും എൻ്റെ മുകളിൽ വരുന്ന ആളല്ലെന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ? വആദമു വമൻ ദൂനഹു തഹ്ത ലിവാഇ, ആദം നബി അലൈഹിസ്സലാം അടക്കമുള്ള എല്ലാ അമ്പിയാക്കളും എൻ്റെ കീഴിലാണ്, എൻ്റെ താഴെയാണ്, എൻ്റെ കൊടിൻ്റെ കീഴിലാണെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തി. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏതെങ്കിലും ഒരു നബിയെ സന്ദർശിച്ചാൽ, ഒരു വലിയനെ സന്ദർശിച്ചാൽ, അതിൻ്റെ അർത്ഥം ആ വലിയ നബിയേക്കാൾ ഉന്നതരായി എന്നൊരിക്കലും അർത്ഥമില്ല. അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ബർസഖിയായ ലോകത്തുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് വിശദീകരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹു അവിടുത്തെ അൽ ഹാവിലിൽ ഫതാവയിൽ രേഖപ്പെടുത്തുന്നു. 2-ാം വാള്യം 185-ാമത്തെ പേജിൽ കൃത്യമായി രേഖപ്പെടുത്തുകയാണ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ബർസഖിയായ ലോകത്ത് ഖബറിലുള്ള സമയത്ത് എന്താണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിപാടികൾ? അവിടുന്ന് പറയുന്നു, മിനൻ നളരി ബിസദദിഹി ഫിൽ ബർസഖി മിനൻ നളരി ഫി അഅമാലി ഉമ്മത്തിഹി, അവിടുത്തെ ഉമ്മത്തിന്റെ പ്രവർത്തനങ്ങൾ മഹാനായ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു അംബാഉൽ അദ്കിയ ബി ഹയാത്തിൽ അംബിയ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുകയാണ്, ബിസദദിഹി ഫിൽ ബർസഖി മിനൻ നളരി ഫി അഅമാലി ഉമ്മത്തിഹി, അവിടുത്തെ സമുദായത്തിലെ ആളുകളുടെ പ്രവർത്തനങ്ങൾ വീക്ഷിക്കുക മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു പ്രവർത്തനമാണ്. വൽ ഇസ്തിഗ്ഫാരി ലഹും മിനസ് സയ്യാത്തി, തിന്മകൾ ചെയ്യുമ്പോൾ അവിടുത്തെ സമുദായത്തിന് വേണ്ടി പാപമോചനം തേടൽ അവിടുത്തെ പ്രത്യേകതയാണ്, അവിടുത്തെ ഒരു ഡ്യൂട്ടിയാണ്. പോരാ, വദ്ദുആഇ ബികസ്വിൽ ബലാഇ അൻഹും, അവർക്ക് വല്ല പ്രയാസങ്ങൾ വരുമ്പോൾ അവിടുത്തെ സമുദായത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരാൾക്ക് വല്ല വിഷമവും വരുമ്പോൾ അത് നീക്കിക്കൊടുക്കൽ ബർസഖിയായ ലോകത്തെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു പരിപാടിയാണ്. മാത്രമല്ല വത്തറദ്ദുദു ഫീ അഖ്താരിൽ അർളി ലിഹുലൂലിൽ ബറകത്തി ഫീഹാ, ഭൂമിയുടെ എല്ലാ ഭാഗങ്ങളിലും സന്ദർശിക്കൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു പതിവാണെന്ന് മഹാനായ ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹു ഒരു ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പറയുന്നു. ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ അൽ ഫതാവൽ കുബ്ര അൽ ഫിഖ്ഹിയ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നു. എത്രയോ ഇമാമിയങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടക്കമുള്ള എല്ലാ അമ്പിയാക്കളും ഷെയ്ഖ് ജീലാനി തങ്ങളുടെയും മറ്റു നല്ല നല്ല മജ്ലിസുകളിൽ സംബന്ധിക്കുക എന്നത് അവിടുത്തെ ബർസഖിയായ ലോകത്തുള്ള പ്രവർത്തനങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് മാത്രം ഷെയ്ഖ് ജീലാനി തങ്ങൾ ഒരിക്കലും മുത്തുനബിയേക്കാൾ മേലെയാകുമെന്നത് അബദ്ധ ജഡിലമായ വാദഗതിയാണെന്ന് മാത്രം ഓർമ്മപ്പെടുത്തുന്നു. ഇൻഷാ അല്ലാഹ് വല്ല ഉപചോദ്യങ്ങളും ഉണ്ടെങ്കിൽ സ്വാഗതം ചെയ്യുന്നു.